മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കലികാലമാണെന്ന് ചിലർ പറയും. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ തുടരുന്നില്ലേ? ദൈവം കൂടെയുണ്ടെന്ന് മറ്റു ചിലരും പറയും. എന്തായാലും ഓരോ ദിവസവും ഓരോ സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സരിത എസ് നായരുടെ മന്ത്രിമാരുമൊത്തുള്ള രഹസ്യ വീഡിയോ സംബന്ധിച്ച് VS അച്യുതാനന്ദൻ പറഞ്ഞ തോന്നിയവാസങ്ങൾ ഉമ്മൻചാണ്ടിക്ക് തീരെ പിടിച്ചിട്ടില്ല. സോളാർ സമരം ഒത്തുതീർപ്പാക്കിയതുപോലെ തന്നെ ഇക്കാര്യത്തിലും പിണറായി വിജയൻ മാന്യത കാണിച്ചു എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വളരെ നിർഭാഗ്യകരമായി പോയി. കേരളം രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രതികരണത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രതികരണം ഒരു രാഷ്ട്രീയ നേതാവിന് യോജിക്കുന്ന വിധത്തിലായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പാലിക്കേണ്ട മാന്യതയും മിതത്വവും ആരും കൈവിടുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ബിജു രാധാകൃഷ്ണൻ മന്ത്രിമാരുടെ പേരുകൾ എന്നോട് പറഞ്ഞു എന്ന നിലയിലുള്ള വാർത്തകൾ കണ്ടു. ഒരു മന്ത്രിയെക്കുറിച്ചും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനത് കഴിഞ്ഞ് പല അവസരങ്ങളിൽ നിങ്ങളെ കണ്ടു, മറ്റു സ്ഥലങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കണ്ടു. അവരാരും ഇത് എന്നോട് ചോദിച്ചില്ല. കാരണം എനിക്കപ്പം സന്തോഷം തോന്നി. മാധ്യമപ്രവർത്തകർ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന നിലയിലാണ് കണ്ടത്. പക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അത് വളരെ വേദന ഉളവാക്കി. അതുപോലുള്ള ഒരു സമീപനം ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കരുതായിരുന്നു. ഇനി അതിൽ വല്ല വാസ്തവവും ഉണ്ടാകുമോ? KPCCയിൽ ഒത്തൊരുമയില്ലെന്നും ജനസമ്പർക്ക പരിപാടി കുളമാക്കാൻ ഐ ഗ്രൂപ്പുകാർ ശ്രമിക്കുന്നുണ്ട് എന്നും ചില ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഇംഗ്ലീഷിലാണ് മറുപടി. Outstanding achievements, innovative schemes is implemented by state government would not have been possible without the rapport and full support of the party. ഒരാൾ പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന്റെ താക്കോൽ എന്റെ കയ്യിലില്ലല്ല. എടാ മരുന്ന് ഡപ്പിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണേ. Question has no relevance here. All the time the government is getting the full support from the party. No dispute. Yeah. There may be some controversies. That is quite natural in a democratic system. I think answer is there in his own question. അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു വെക്കുക. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? No later. So there is no difference of opinion between the party leadership and the government leadership. So we will discuss everything. Some difference of opinion will be there. But there is no issue and we will go together. പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞത്. The government can achieve a lot of things only because of the support from the party and the UDF. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. പോ 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 പോ. Unless there is unity of, there cannot be strength. Since there is unity among the UDF partners, unity in our party and also with government, this has been possible. I don't think anybody can question the harmony of it. Very well. Even then you ask some questions to you. See how last 30 months our government functioned with a very thin majority. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. Anywhere else it would have collapsed. Anywhere else. What is not a single time, single day, I don't feel any difficulty. അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്.
ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. പോടാ പൊട്ടക്കണ്ണ തെണ്ടി എന്റെ മുമ്പിൽ കണ്ടുവരുന്നു. ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. So, everybody is ready to support and we will work together with a single mind. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സോളാർ എല്ലാവരും മറന്നോളും. പിണറായി ആണെങ്കിൽ മാന്യമായി തന്നെ കസ്തൂരി രംഗനിൽ കയറി പിടിച്ചിട്ടുമുണ്ട്. സരിതയും കവിതാ പിള്ളയും ഒക്കെ വന്ന് കുഴപ്പമുണ്ടാക്കിയാൽ മാന്യന്മാരാരും മിണ്ടിപ്പോകരുതെന്നേ ഉമ്മൻചാണ്ടിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിലും അതിലിത്ര തെറ്റെന്താണുള്ളത്? ഇന്നത്തെ ഡെമോക്രസി പൂർണ്ണമാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.